ഞാനിന്നേ ഒരു ഏത്തപ്പഴം കൊണ്ട് ഒരു പുളിശ്ശേരി വെക്കുവാനായിട്ട് പോവുകയാണേ. അതിന് വേണ്ടിയിട്ട് ഒരു ഏത്തപ്പഴം എടുത്ത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. ഏത്തപ്പഴമല്ല, ഏത് പഴം വേണമെങ്കിലും നമുക്ക് ഇതിന് വേണ്ടി ഉപയോഗിക്കാം. ഞാൻ ഏത്തപ്പഴമാണ് എടുത്തത്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിൽ ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഏത്തപ്പഴവും പച്ചമുളകും എല്ലാം കൂടെ ഇതിലിട്ട് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം. ഇത് വേവിച്ചെടുക്കുന്ന കൂട്ടത്തിൽ ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരല്പം മുളക് പൊടിയും ഒരല്പം ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ഒന്ന് ഗ്യാസിലോട്ട് വയ്ക്കാം. ഇനി ഒന്ന് അടച്ചു വയ്ക്കാം. ഒരു 2 മിനിറ്റ് കിടന്ന് ഒന്ന് വേവട്ടെ. 2-3 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് നല്ലവണ്ണം വെന്ത് കിട്ടും. ആ സമയം നമുക്ക് ഇതിനൊരു കൂട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അരമുറി തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു അര ടീസ്പൂൺ ജീരകം കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട്. ഇത് നല്ലവണ്ണം ഫൈനായിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഇതാണ്ടോ, നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ വേണം അരച്ചെടുക്കാൻ, നല്ല അരയണം. അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഏത്തക്കായ്ക്ക് എൻ്റെ പരുവം എന്താ, നല്ലവണ്ണം വെന്ത് റെഡി ആയിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അരച്ചു വെച്ചിരുന്ന കൂട്ട് ഇതിലോട്ട് ഒന്ന് ചേർക്കാം. കണ്ടോ, നല്ല കുറുകി വന്നിട്ടുണ്ട്. അതിന് ഒരല്പം ഉലുവാപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. ഉലുവ ഒന്ന് ചതച്ചെടുത്ത് ചേർത്തിട്ടുണ്ട്. നമ്മൾ ആ കൂട്ടും ചേർത്ത് ഒന്ന് ഇളക്കി ഒന്ന് തിളയ്ക്കുന്നത് വരെ ഇട്ടേക്കാം. ഒരുപാട് തിളയ്ക്കേണ്ട, ചെറുതായിട്ടൊന്ന് ചൂടാവുന്നത് വരെ ഇളക്കിയിട്ടുണ്ട്. ആ സമയം അതൊന്ന് റെഡിയായിരിക്കുന്ന സമയം നമുക്ക് ഇച്ചിരി തൈര് എടുത്തിട്ട് ഒന്ന് മിക്സിയിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇല്ലെങ്കിൽ തൈരിൻ്റെ കട്ടകൾ കാണും. അതുകൊണ്ട് ഒരു 3/4 പാത്രം തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. ആ തൈരിന് നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിക്കാം. ഇതാണ്ടോ, തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ ഇനി തിളയ്ക്കണ്ട, നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇതിൻ്റെ പ്രധാന ചേരുവയായ കടുക് വറക്കുന്നതാണ് അടുത്ത പരിപാടി. കടുക് വറക്കുന്നതിലാണ് ടേസ്റ്റ് എല്ലാം വരുന്നത്. ഉണ്ടോ, നല്ല കുറുകുറുത്ത ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ആ കടുക് വറക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനിച്ചട്ടി അടുപ്പി വെച്ചു. കുറച്ച് കടുകിട്ടു. ഇനി ഒരല്പം ഉലുവ ഇട്ടിട്ടുണ്ട്. ഇനി ഒരു വറ്റൽമുളകും ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഒന്ന് നമുക്ക് ഇട്ട് ഒന്ന് ഇതൊന്ന് പൊട്ടിക്കോട്ടെ. എല്ലാം പൊട്ടി റെഡി ആയിട്ടുണ്ട്. അല്പം കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ടേക്കാം. എന്നിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം ഒരല്പം മഞ്ഞൾപ്പൊടിയും ഒരല്പം മുളക് പൊടിയും കൂടെ ഒരു കളറിന് വേണ്ടിയിട്ട് ഒന്ന് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ചിരുന്ന അതായത് വെന്ത് കിട്ടിയ ഇതിലോട്ടൊന്ന് ഒഴിച്ചിട്ടൊന്ന് അടച്ചിടാം. ഒരു 2 മിനിറ്റ് കിടന്നോട്ടെ. ഇതാ കണ്ടോ, അടിപൊളി നല്ല കൊഴുത്ത പുളിശ്ശേരി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഏത് പഴം കൊണ്ട് വേണമെങ്കിലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഇത് ഏത്തപ്പഴമാണ്. നല്ല ടേസ്റ്റ്, നല്ല മണവും വരുന്നുണ്ട്. ഇതാണ്ട നല്ല കൊഴുവെടുത്ത ഇത് മാത്രം മതി നമുക്ക് ഒരു പാത്രം ചോറുണ്ണാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഏത്തപ്പഴം പുളിശ്ശേരി വയ്ക്കുകയാണെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ രീതിയിൽ ഒന്ന് വച്ച് നോക്കൂ. ഇതാ കണ്ട. ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് ഒന്ന് മാറ്റാവേ. ഇതാ അങ്ങനെ നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ബൈ.